അപ്പോൾ നമ്മുടെ ലാൻഡ്ര പ്രിഫറിന്റെ സെക്കൻഡ് സർവീസ് ആ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ ഒക്കെ നമ്മൾ പോകുന്നതാണ്. നടന്നിട്ടുള്ളതാണെന്നറിയോ ഇതിടെ സംഭവം അടിപൊളി. അങ്ങനെ ഒരുപാടൊന്നും പുറത്തോട്ട് നേർക്കാറില്ല, പക്ഷേ നടന്ന് കുഞ്ഞൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. അതൊക്കെ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഡീറ്റെയിൽസ് നമ്മളൊക്കെ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് വീഡിയോസൊക്കെ ഇടുന്നതിൽ കുറേ ഗ്യാപ്പുകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതൊക്കെ നികത്തി നമ്മൾ പുതിയ വീഡിയോസും പുതിയ യാത്രകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. കാരണം നമ്മുടെ ലുക്കാച്ചനൊക്കെ വന്നുകൊണ്ട് ഭയങ്കര തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക്, പിന്നെ ജോലി കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലാൻഡ്ര പ്രിഫറിൻ്റെ സെക്കൻഡ് സർവീസ് ആയിരുന്നു. സർവീസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഇനി വൈകിട്ട് 3:30 വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ബെർലിംഗ്ടൺ ദ പേൾ ഹോട്ടൽ ആൻഡ് സ്പാ എന്നുള്ള അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇവൻറ്റ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം 2 മണി ആയതുള്ളൂ. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഓർത്തപ്പോഴാണ് എന്നാൽ ഒരു വീഡിയോ ഒക്കെ എടുത്തേക്കാം. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ അടുത്തൊരു നല്ലൊരു ബീച്ച്, ബെർലിംഗ്ടൺ ബീച്ച് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി കാണാം. അപ്പോൾ മഞ്ഞൊക്കെ എല്ലാവരും സ്നോ ഒക്കെ വീണ് എല്ലാം കഴിഞ്ഞ് അടിപൊളി ഒരു സ്നോയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫുള്ള് റോഡൊക്കെ നിറഞ്ഞ് പൊങ്ങി, ഇവിടെ എല്ലാം നിറച്ച് സ്നോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരെല്ലാം മാറ്റി. അപ്പോൾ നമ്മൾ ബെർലിംഗ്ടൺ ബീച്ചിലെ അവിടെ പോകുന്നു. അവിടുത്തെ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് പോയി കാഴ്ച കണ്ടിട്ട് നമുക്ക് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. കണ്ടോ, നമ്മളിപ്പോൾ സർവീസ് കഴിഞ്ഞിട്ട് വയ്യ ഷോറൂമിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. മഞ്ഞ് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ? എന്താ മഞ്ഞ് കൂട്ടിയിട്ടേക്കുന്നത്? മണലൊക്കെ നമ്മൾ കൂട്ടിയിട്ടേക്കുന്നത് കുമ്പാരം പോലെ കൂട്ടിയിട്ടേക്കുന്നത്. ഇന്നത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ തണുപ്പൊന്നുമില്ല. ടെമ്പറേച്ചറൊക്കെ 0 ഡിഗ്രിയാണ് കാണിക്കുന്നത്, -ഒന്നുമല്ല. അതുകൊണ്ടുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയായിരുന്നു ബെർലിംഗ്ടൺ ഹ്യുണ്ടായിലായിരുന്നു. നമ്മൾ ഇവിടുന്ന് വഴി ഇറങ്ങാണ് കേട്ടോ. നമ്മൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാം. Continue on Plains Road East for 1 kilometer. രണ്ടു ദിവസം മുന്നേ ഇവിടെ നല്ല മഞ്ഞായിരുന്നുകൊണ്ടാണ് ഈ സൈഡിൽ അത്രയ്ക്ക് നല്ല കട്ടിക്ക് മഞ്ഞിങ്ങനെ പൊങ്ങി കിടക്കുന്നു കേട്ടോ. റോഡിൽ ഫുള്ള് മഞ്ഞെല്ലാം മാറ്റി. ഞാൻ ലൈവായിട്ട് ഞാൻ വണ്ടി ഇങ്ങനെ സ്കിഡായിട്ട് പോയി ഇടിക്കുന്നതൊക്കെ ഞാൻ കണ്ടുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ ടൊറൻ്റോ ഒക്കെ പോയിട്ട് തിരിച്ചു വന്ന സമയങ്ങളിലൊക്കെ ഒരു 6 hours ഒക്കെ എടുത്തു. ഒരു 6 മണിക്കൂർ എടുത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ വരാൻ വേണ്ടി. സാധാരണ ഒരു 1.25 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തേണ്ടത് ഞാനൊരു 6 മണിക്കൂർ എടുത്തു. കാരണം അത്രയ്ക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. പിന്നെ ഇപ്പോൾ എല്ലാം മാനം തെളിഞ്ഞ് എല്ലാം ഒന്ന് റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. വീടുകളൊക്കെ കണ്ടോ, എല്ലാം വീടിൻ്റെ മണ്ടയിലെല്ലാം മഞ്ഞ് ഇങ്ങനെ കിടക്കുന്നു. നമ്മളിപ്പോൾ ബെർലിംഗ്ടൺ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നേരെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ഹാമിൽട്ടണിൽ നിന്ന് വരുമ്പോഴത്തേനും ആ ബ്രിഡ്ജാണ് കേട്ടോ നേരെ മുകളിൽ കാണുന്നത്. ഭയങ്കര രസമല്ലേ കാണാൻ. കണ്ടോ, ആ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ ഒക്കെ നമ്മൾ പോകുന്നതാണ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒന്ന് ഒതുക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. വെൽക്കം ടു ദ ബെർലിംഗ്ടൺ ബീച്ച് ആൻഡ് ബീച്ച് വേ പാർക്ക്. അപ്പോൾ ഇതിലിങ്ങനെ ഒരുപാട് നടന്നു പോയാൽ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടം വരെ ചെല്ലാൻ പറ്റും. ലേക്ക് ഷോർ റോഡ്. അപ്പോൾ നമുക്ക് തൽക്കാലം എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി കാഴ്ചകളൊക്കെ കണ്ടുവരാം. അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് പുറത്ത്. പക്ഷേ എല്ലാ ദിവസത്തെക്കാട്ടിലും എല്ലാ ദിവസവും ഭയങ്കര തണുപ്പ്, ഭയങ്കര മൈനസൊക്കെയാണ്. അപ്പോൾ ഇന്ന് -ഒന്നുമല്ല കാണിക്കുന്നത്. ഒരു സേഫ്റ്റിക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങാം. കാരണം കുറച്ച് നേരം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്ന് കുഞ്ഞൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. അതുകൊണ്ട് ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ടേക്കാം. നമ്മൾ പയ്യെ ഇറങ്ങാം. നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ബെർലിംഗ്ടൺ ബീച്ച് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിലൊന്ന് നടന്നു പോയി നോക്കാം കേട്ടോ. സംഭവം അടിപൊളി, കാണാൻ നല്ല രസം തന്നെയുണ്ട്. വെൽക്കം ടു ദ ബെർലിംഗ്ടൺ ബീച്ച് ആൻഡ് ബീച്ച് വേ പാർക്ക്.
ചെറിയ ടെൻറ്റ് പോലെയൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കുടിക്കുന്നവർക്ക് വെള്ളം കുടിക്കാം, ഈ തണുപ്പൊന്നും കുടിക്കാൻ പറ്റത്തില്ല. അത് നൈസായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിലൊക്കെ ഒരുപാട് പേരൊക്കെ ഓടിച്ചാടി കളിക്കാൻ പോകാറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല കല്ല് പോലെ ഇരിക്കും കേട്ടോ. വാവ്. നമ്മൾ ഇപ്പോൾ അവിടുന്ന് ബെർലിംഗ്ടൺ ബീച്ച് പാത്ത് വേ ആണ്. ഇതിലിങ്ങനെ നടക്കാം കേട്ടോ. ഇതിൽ ഫുള്ള് നടക്കാം, അടിപൊളിയല്ല, രസമല്ലേ കാണാൻ. നമ്മളപ്പോൾ വിൻ്ററിൽ ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. സംഭവം എന്തായാലും രസമുണ്ട്. ഞാനവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പയ്യെ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഈ മഞ്ഞത്തേക്ക് നോക്കുമ്പോഴത്തേനുണ്ടോ കണ്ണൊക്കെ അടിച്ചു, അതുപോലത്തെ വെട്ടം, ഇത്ര മഞ്ഞ് കിടക്കും. അടുത്ത ദിവസം നമ്മൾ ലൂക്കാച്ചനെയും വാവയൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ വന്നിട്ട് ചുമ്മാ കുറച്ച് പേരൊക്കെ കറങ്ങി നടക്കണം, നല്ല രസമുണ്ട്. അവന് ഭയങ്കര തണുപ്പല്ലേ, കുഞ്ഞാപ്പിയല്ലേ, ഇപ്പോൾ 5 മാസം ആയതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവനെ അങ്ങനെ ഒരുപാടൊന്നും പുറത്തോട്ട് നേർക്കാറില്ല. പക്ഷേ കൊണ്ടുപോകണമെങ്കിലും കാർ സീറ്റിലൊക്കെ ഇരുത്തി അവിടെ ഇവിടെയൊക്കെ പോകും. ഞാൻ പറഞ്ഞ മറ്റേ ആ ഒരു ബ്രിഡ്ജ് ഉണ്ടോ, അത് അവിടെയാണ്. അടിപൊളി സംഭവം, അടിപൊളി കേട്ടോ. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നടക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ നടക്കാൻ പറ്റത്തില്ല. കാരണം കുറച്ച് സമയം, ഒരു ഏകദേശം ഒരു 3:30 ആകുമ്പോൾ എനിക്ക് ജോലിക്ക് പോകണം. ഞാൻ വർക്ക് ചെയ്യുന്ന എവിടെയാണ്, ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. സമ്മറിൽ നമുക്ക് ഇവിടെ വരണം, ബീച്ചിൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. നേരെ അങ്ങോട്ട് നോക്കിക്കോ, അവിടെയായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. അവിടെയായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുപോയി കാണിക്കാം. ഞാൻ മുമ്പ് കാണിച്ച പാലമില്ലേ, ആ പാലം കേട്ടോ, അങ്ങ് അകലെ കാണുന്നേ. സംഭവം അടിപൊളി കേട്ടോ. ഇവിടെ ആ ലേക്കൊന്നും അങ്ങനെയൊന്നും ഐസൊന്നും ആയിട്ടില്ല. അങ്ങ് അകലേന്നൊരു ചേട്ടൻ ഇതേ പട്ടിക്കുട്ടിയായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. പക്ഷെ ഈ ഒരു ഏരിയ മഞ്ഞ് കിടക്കുന്നുണ്ടോ, മണൽ പോലെ. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ച് കയറി പോവാണ്. പോയിട്ട് ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ അവിടെയൊക്കെ കാണിക്കാം. വളരെ മനോഹരം എന്ന് വെച്ചാൽ വളരെ മനോഹരമായ സ്ഥലം. വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സമ്മറിലും വിൻ്ററിലും എല്ലാ സമയത്തും പല രീതിയിൽ ഓരോ പ്രാവശ്യം വന്നാലും നമ്മൾ പുതുമയായിട്ട് ഇരിക്കും. നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മൾ നോക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇതിലൊക്കെ നടക്കാനും ഒന്നും പറയണ്ട. പിള്ളേരൊക്കെ ആയിട്ട് വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കാം, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട്. ഇതിലിങ്ങനെ നടന്നു പോയാൽ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ വരെ ചെല്ലാൻ പറ്റും. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുന്നു. സമ്മർ ആകുമ്പോൾ വേണം ഇവിടെയൊക്കെ വരാൻ, നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റും. ഇപ്പം നല്ല തണുപ്പൊക്കെ കാരണം ആരുമില്ല. എന്നാലും മഞ്ഞ് വന്ന് കളിക്കുന്ന ഒക്കെ നമ്മൾക്ക് ചിലപ്പം കാണാനൊക്കെ സാധിക്കും കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പായി കേട്ടോ. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ഹോട്ടലിൻ്റെ അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോയിട്ട് കാഴ്ചകളൊക്കെ കാണിക്കാം. യെസ്, ഈ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ടോ, അതിലേ നടന്നു പോയാൽ മതി. അതിലങ്ങോട്ട് ആ റോഡിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് പോയി നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റും. നല്ല രസമുള്ള സ്ഥലമാണ്. എന്തായാലും ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ എന്ന് വെച്ചാൽ ഈവൻറ്റ്സ്, വെഡ്ഡിങ്ങും ബർത്ത്ഡേ പാർട്ടികളും അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ആ ലൊക്കേഷനൊക്കെ അടിപൊളിയാണ്. അവിടെ ഒരു ചെറിയ ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. പണ്ട് ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ജോസഫ് ബ്രാൻഡ് ഹോസ്പിറ്റലും റൈറ്റ് സൈഡിൽ കാണുന്നത് ഒണ്ടാരിയോ ലേക്കും ആണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ബെർലിംഗ്ടൺ വാട്ടർ ഫ്രണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് ചെന്നാൽ ഞാൻ അവിടെ എല്ലാ സെറ്റപ്പ് കാണിക്കാം. അതിമനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. യെസ്, അപ്പോൾ നേരെ അങ്ങോട്ട് നോക്കൂ, നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. അങ്ങ് നേരെ അകലെ നോക്കുവാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. നമ്മൾ ഏതൊക്കെയായാലും അവിടെ അങ്ങോട്ട് പോവാം. ഞാനൊക്കെ എന്തേരെ നടന്നിട്ടുള്ളതാണെന്നറിയോ ഇതിടെ.
ഞാൻ ഒരുപാട് നടന്നിട്ടുള്ളതില്ലേ, കാരണം വണ്ടിയിലായിരുന്ന സമയത്ത് ഞാനിപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ഇതിലാണ് ബസ്സൊക്കെ ഇറങ്ങിയിട്ട് നടന്നു പോകും, കാഴ്ചകളൊക്കെ കണ്ട്. യെസ്, ഇപ്പം നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ, ലെഫ്റ്റ് സൈഡിലായിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലുള്ള ഈ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ചെറുതായിട്ട് വണ്ടി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് കയറി പോകണം കേട്ടോ, പാർക്കിംഗ് അല്ല. എന്തായാലും ഇവിടെ ഞാൻ ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ കാണുന്ന കാഴ്ച കാണിച്ചു തരാം. ഇത് നേരെ അകലെ കാണുന്നതാണ് നമ്മുടെ അല്ല ചെറിയൊരു ലൈറ്റ് ഹൗസ് പോലൊരു സംഭവം. ഞാൻ എന്തായാലും അവിടം വരെ ജസ്റ്റ് പോയി നിങ്ങൾ കാണിക്കട്ടോ. യെസ്, കാഴ്ച ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇതിൽ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ തൽക്കാലം ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് നമ്മൾ ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാം. എന്തിനാ നമ്മളിവിടെ വെറുതെ കഷ്ടപ്പെടുന്നത്? ഇവിടെ പാർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ പേ പാർക്ക് പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും ഞാൻ ഹോട്ടലിലല്ലേ വർക്ക് ചെയ്യുന്നത്, എനിക്കൊരു അരമണിക്കൂറും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മൾ നേരെ അവിടെ പോയിട്ട് നമ്മുടെ താഴെ കൊണ്ടുപോയി പാർക്ക് ചെയ്യായിരിക്കും, അതായിരിക്കും ഏറ്റവും നല്ലത്. വണ്ടി ഓയിൽ ചേഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വണ്ടിയൊക്കെ ലോക്ക് ചെയ്തു. നമ്മൾ നമ്മുടെ പാർക്കിങ്ങിൽ ഹോട്ടലിലെ പാർക്കിംഗ് കൊണ്ട് പാർക്ക് ചെയ്തു. പുറത്ത് പാർക്ക് ചെയ്താൽ പൈസ കൊടുക്കണം, ഇവിടെ ആകുമ്പോൾ പൈസ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത് ഞാൻ പുറത്തേക്ക് പോവാം. നമ്മൾ നമ്മുടെ എംപ്ലോയി എൻട്രൻസിൽ കൂടെ പുറത്ത് ചാടി. അതാണ് ഹോട്ടലിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ നിന്ന് നോക്കിയാൽ അടിപൊളി കാഴ്ചകൾ കാണാം. നമുക്ക് എന്തായാലും പോയി അവിടം വരെ പോയിട്ട് ആ ലൈറ്റ് ഹൗസ് ഇല്ലേ, അതിൻ്റെ അവിടെയൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് തിരിച്ചു വരാം. ഇവിടെ കുറേ വഴികൾ ഇവിടെയൊക്കെ അവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നടന്നു പോകാനുള്ളത്. പക്ഷേ അങ്ങോട്ട് പോയാൽ ഒരുപാടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. പണ്ട് ഞാനിവിടെ കുഞ്ഞ് റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. ആ റീൽസിൽ വീഡിയോസിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ട് കാണും. ഇവിടെ നല്ല മനോഹരമായിട്ട് നല്ല കളേഴ്സൊക്കെ ഉള്ള സമയത്ത്. ഇപ്പോൾ മഞ്ഞിൻ്റെ അകത്തൂടെ കയറി നടക്കേണ്ട അവസ്ഥയാണ്. ആഹാ, അതെ അവിടെ കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നേ. നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ഏതൊക്കെയാലും ഒരു അരമണിക്കൂറുണ്ട്. അരമണിക്കൂറിനുള്ളിൽ ജസ്റ്റ് ഒന്ന് അവിടം വരെ ഒന്ന് പോയി കണ്ട് കാഴ്ചയൊക്കെ കണ്ട് കറങ്ങി തിരിച്ചു വരാം. നമ്മുടെ ഹോട്ടലിൽ ഇരിക്കുന്ന ലൊക്കേഷൻ അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നടക്കാനും ഒക്കെ നല്ല രസമാണ്. ഇപ്പം നടക്കുമ്പോൾ മഞ്ഞിൻ്റെ അകത്തോടെ നടക്കണം. അവിടെ കുറേ കിളികൾ വെള്ളത്തിൽ കൂടെ നടക്കുന്നു. ഇത്രയും തണുപ്പത്ത് എങ്ങനെ ഇമാർ അതിൻ്റെ അകത്തോടെ നടക്കുന്നു എനിക്ക് തന്നെ അറിയത്തുണ്ട്. കണ്ടോ, ഇത് മറ്റേ നമ്മളെ കുഞ്ഞന്മാരാന്ന് തോന്നുന്നു കേട്ടോ. കുഞ്ഞുങ്ങള് കനേഡിയൻ ഗൂസ് ഇല്ല, അതിൻ്റെ കുഞ്ഞുങ്ങൾ പീക്കിലുകൾ. നോക്കിയേ, കൊള്ളാലോ. അതൊക്കെ ഒരു വിഷയമല്ല കേട്ടോ. എന്തായാലും കൊള്ളാം. ഖത്തറിലായിരുന്നപ്പം മരുഭൂമി പോയപ്പോഴത്തേനും മണലാരങ്ങളായിരുന്നു അവിടെ നല്ല ചുട്ടുകൊള്ളുന്നു. ഇവിടെ ഇപ്പം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നല്ല തണുത്ത് മരിച്ചു കിടക്കുന്ന ഐസ്. അതിലെല്ലാം നടന്നു പോകും കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട സ്ഥലം എന്ന് വെച്ചാൽ ഏകദേശം ഇത് അവിടെയായിട്ട് വരും. അവിടെ നിന്നാണ് ഞാനിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വണ്ടി കൊണ്ട് അവിടെ ഹോട്ടലിൽ കൊണ്ട് പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ നടന്നു വന്നത്. ഇവിടെ വന്നത് അയ്യോ, ഇത് 2013 ഡൗൺ ടൗൺ വാട്ടർ ഫ്രണ്ട് വാസ് കംപ്ലീറ്റഡ് ഇൻ ജൂൺ 2013. അന്ന് സെറ്റായതാ സംഭവമൊക്കെയാണ്. വണ്ടർഫുൾ.
അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ, അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പം അങ്ങോട്ട് നടന്നു പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പണ്ട് നമ്മൾ അതിലേക്ക് പോയി അതിൻ്റെ മണ്ണെ കൂടെ കയറി കറങ്ങിയൊക്കെ വീഡിയോ എടുത്തതാണ്. എന്തായാലും അങ്ങോട്ട് നമുക്കിപ്പോൾ പോകണ്ട, ഫുള്ള് മഞ്ഞ്. ദ ബ്രാൻഡ് സ്ട്രീറ്റ് പിയർ, ഇപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൈയൊക്കെ ഷെയ്ക്കാവുന്നുണ്ട്. എന്തായാലും ഞാൻ പയ്യെ തിരിച്ച് പോവാണ്. നമുക്ക് ഒരു ദിവസം എന്തായാലും അതിലേക്ക് പോയി കറങ്ങി നടക്കാം. താൽക്കാലികമായിട്ട് അവരവിടെ ചെറിയ ഇതൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. പക്ഷേ അങ്ങോട്ടൊക്കെ നടന്നു പോകാൻ പറ്റുമായിരിക്കും. എന്തായാലും ഞാൻ തിരിച്ച് പയ്യെ പോവാണ്. തണുത്ത് വിറച്ച് ഒരു വിധമാകുന്നതിന് മുമ്പ് പയ്യെ തിരിച്ച് പോയിക്കാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ലൂക്കാച്ചനെയും അവനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണമെന്നൊക്കെ, ഒരുപാട് വീഡിയോസൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വീഡിയോസും കാരണം ഒന്നും കാണാത്തത്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് പുതിയ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഹാമിൽട്ടണിൽ തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ പകുതി വെള്ളച്ചാട്ടങ്ങൾ നല്ല പിന്നെ ഐസായിട്ട് ഫ്രോസൺ ആയിട്ടിരിക്കുക. അപ്പോൾ അതൊക്കെ പോകുന്നതിന് മുന്നേ പോയി 1-2 സ്ഥലത്തൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സമയം പോലെ പോയി നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എടുത്തൊരു വീഡിയോ. അപ്പോൾ അടുത്ത ദിവസം പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഡിറ്റോജൻ.